അച്ഛനും മോനും എണീറ്റിട്ടില്ല ഗൈസ്. അപ്പം ഞാൻ ഇന്ന് ഞങ്ങൾ എന്തോ പറയാൻ വന്നു കേസ് പോട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കാണ് കേട്ടോ. ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ ഇൻട്രോ ഇല്ല. ഇപ്പം ഞാൻ ഈ കാര്യമായിട്ട് തിരയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തണ്ണിമത്തനും അതുപോലെ തന്നെ പപ്പരക്ക അല്ലായിട്ട് നിങ്ങൾ പറയുന്നത് പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ തിരയാണ് കേട്ടോ. അപ്പം ഞാൻ ലൈറ്റായിട്ട് ഒരു ഡയറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 11:30 ആകുമ്പോൾ എനിക്ക് ഫ്രൂട്ട്സ് എടുക്കണം. അപ്പോൾ ഫ്രൂട്ട്സ് എടുക്കണമെങ്കിൽ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം തരികയാണ് ഗൈസ്. കാര്യം കട്ട് ചെയ്തിട്ട് ഇടാനുള്ള പാത്രം ചെറിയ പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പാത്രം തിരഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ അത് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ വേറൊരു പാത്രം ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ അച്ചാർ ഇരിപ്പുണ്ട്. അന്ന് നമ്മൾ ആലപ്പുഴ പോയപ്പോൾ മേടിച്ച കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തുനിന്ന് അത് വേറെ ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാൻ കരുതി. അത് നേരെ എടുത്തൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ പാത്രം പുറത്തേക്ക് എടുത്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഈ പപ്പരക്കും പപ്പായക്കും ഞാൻ പപ്പരക്കാന്ന് ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് അതിന് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞങ്ങൾ ഒന്നില്ല പപ്പായ എന്നോ അല്ലെങ്കിൽ കറുവത്തുങ്ങ എന്നാണ് പറയുന്നത് കേട്ടോ. അധികം ഞങ്ങൾ പറയുന്നത് കറുവത്തുങ്ങ എന്നാണ്. അപ്പോൾ ഞാൻ ഇത് ഞങ്ങൾ വാങ്ങിയതാട്ടോ. ഞങ്ങളൊന്ന് റിലയൻസ് മാളിൽ പോയപ്പോൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫ്രൂട്ട്സ് എടുക്കാനുള്ളതുകൊണ്ട് ഇത് ഒരു കഷ്ണമായിട്ട് എടുക്കുന്നത് കൊണ്ട് അത് കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി തോന എടുത്തിട്ടുണ്ട് കേട്ടോ. തോണക്കാരെന്ന് വെച്ചാൽ അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ട് ലീലാമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടി ഇച്ചിരി തോന എടുത്തിട്ടുണ്ട്. പിന്നെ അന്ന് എൻ്റെ ഉപ്പൂറ്റി വേദനയ്ക്ക് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് കുറച്ചധികം മരുന്നുകൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഗ്യാസിൻ്റെ ഗുളിക തോന്നുന്നു മെഡിസിൻ എടുക്കുന്നതിന് മുന്നേ, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരെണ്ണം കഴിക്കാനുണ്ട്. അപ്പോൾ അത് കഴിച്ചു. അതിനുശേഷം രാവിലെ ഞാൻ കഴിക്കാനെടുത്തുള്ള കോൺഫ്ലെക്സ് ആണ് കേട്ടോ. അപ്പോൾ കാര്യം രാവിലെ വേറെ ഒന്നും നേരത്ത് കഴിക്കാനും ഉണ്ടാക്കാനും നടക്കില്ല. കാര്യം ഞാൻ ചപ്പാത്തിയോ റാഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറാണ്. അപ്പം അതിനൊന്നും ടൈമില്ല. കാര്യം നമ്മൾ 6:30 എണീറ്റായിരുന്നു നേരത്തെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് കോൺഫ്ലെക്സ് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് പാലിലിട്ടൊന്ന് ഇതാക്കിയിട്ട് അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തലേസത്തെ വീഡിയോൻ്റെ എന്തോ കമൻറ്റ് ബോക്സ് എന്തൊക്കെയോ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്പുടുവിൻ്റെ 28-നല്ല ചോറൂണിന്, അവൻ്റെ ചോറൂണിന് ഇട്ടൊരു പട്ടുപാടാവ് ഉണ്ടായിരുന്നു. അപ്പം അതാണ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു നൂല് പൊട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ നൂല് വലിച്ചെടുത്ത് പൊട്ടിക്കുമായിരുന്നു. അതിന് ശേഷം ഞാൻ അതൊന്ന് അയൺ ചെയ്തെടുത്തു. ഞാൻ തലേ ദിവസം അയൺ ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ തലേ ദിവസം അതിനുള്ള സമയം കിട്ടില്ല. ഞാൻ പക്ഷേ എവിടെ പോയേക്കുമായിരുന്നു, എന്തോ ആയിരുന്നു. അത് കാരണം തലേദിവസം അയൺ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ അതൊന്ന് അയൺ ചെയ്തെടുക്കാമല്ലോ പറഞ്ഞ് അയൺ ചെയ്ത് അതൊക്കെ ചെയ്ത് പിന്നെ റെഡി ആവുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാര്യം ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല എനിക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ. ഷെസ് പ്രോഡക്റ്റ് പരിചയപ്പെടുന്നതിന് മുന്നേ കാര്യം പറ്റും, നമ്മുടെ ആ ഒരു പ്രഗ്നൻസി പീരീഡ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുന്ന, നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിലെല്ലാം വരുന്ന ഒരു സ്ട്രെച്ച് മാർക്ക് അല്ലേ. പണ്ടുള്ളവരല്ലെങ്കിൽ അമ്മമാരൊക്കെ പറയുമ്പോൾ നമ്മൾ മാന്തിയിട്ട് വരുന്നതെന്നൊക്കെ പറയുമല്ലേ. സോ എനിക്ക് അങ്ങനെ ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല, ലൈറ്റ് ആയിട്ടാണ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മാന്തിയിട്ടൊന്നും അല്ല കേട്ടോ. കാര്യം എനിക്ക് കണ്ണമോനെ ഞാൻ ഡെലിവറി ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ചൊറിച്ചുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ചൊറിഞ്ഞിട്ടേ ഇല്ല സത്യത്തിൽ. എനിക്ക് അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടല്ല, എങ്കിൽ പോലും ആ ഒരു സ്ട്രെച്ച് മാർക്ക് ചിലർക്ക് ഒരുപാടും ചിലർക്ക് കുറച്ചൊക്കെ വരില്ലേ. അപ്പൊ അങ്ങനെ ഒരു സ്ട്രെച്ച് മാർക്കിനുള്ള ഒരു റിലീഫാണ് കേട്ടോ ഇത് ലവ് ലാപ്പിന്റെ സ്ട്രെച്ച് മാർക്ക് ഓയിലാണ് കേട്ടോ. അപ്പൊ ഞാൻ ആ ഒരു ടൈമിൽ ഒത്തിരി ഇങ്ങനെ സെർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 8 മന്ത് ഒക്കെ ആയപ്പോഴാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ലൈറ്റ് ആയിട്ട്. അപ്പൊ ഞാനിങ്ങനെ സെർച്ച് ചെയ്തിരുന്നു അതിന്റെ സൊല്യൂഷൻസ് എന്താണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അപ്പൊ നമുക്ക് അങ്ങനെ ഒത്തിരി ഓയിൽസ് ഉണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ നമുക്കത് ഏതാണ് നല്ലത് ഏതാണ് പൊട്ടാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. സോ നമ്മുടെ ലവ് ലാബ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയേക്കാണ് സ്ട്രെച്ച് മാർക്ക് ഓയിൽ എന്ന് പറഞ്ഞിട്ടോ. ഇത് നമ്മുടെ ആ ഒരു സ്ട്രെച്ച് മാർക്കിനെ റെഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ വയറിൽ ഭയങ്കര ഒരു മോയ്സ്ചറൈസർ ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് മാത്രമല്ല ഇതിൽ ഇറങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൽ ഒനിയൻ ഓയിൽ ഉണ്ട്, പിന്നെ കലൻഡുല ഓയിൽ ഉണ്ട്, അത് അങ്ങനെ തന്നെ പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. പിന്നെ അതുപോലെ വിറ്റാമിൻ ഇ ഉണ്ട്. അപ്പം ഞാൻ വായിച്ചതിൽ തെറ്റുണ്ടോ എന്ന് എഴുതിയിട്ടാണ് അവർ. അപ്പോൾ ഇത് 3 ഇതിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അതുപോലെ പാരബൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആണ്, പ്രഗ്നൻസി സേഫ് ആണ് കേട്ടോ, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഭയങ്കര സ്മൂത്ത് ആണ്, ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡും ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ടെൻഷൻ അടിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ഇപ്പം ചിലർക്ക് ഇതിങ്ങനെ ഒഴിച്ച് നമ്മളിങ്ങനെ യൂസ് ചെയ്തിട്ടൊക്കെ കിടക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടല്ലോ. സോ അത് ഭയങ്കര ഒട്ടും ഓയിലി അല്ല, അങ്ങനെ ഒരു ഓയിലി ടെക്സ്ചർ അല്ല കേട്ടോ സംഭവം. അത് ഇങ്ങനെ ഒരു ബോട്ടിലാണ് വന്നേക്കുന്നത് കണ്ടോ.
ജസ്റ്റ് ഒരു വെള്ളം പോലെ വന്നേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, അങ്ങനെ നമ്മുടെ ഇങ്ങനെ ഭയങ്കര എണ്ണമയം വന്നിരിക്കുമെന്നുള്ള ടെൻഷനൊന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് ഈ കയ്യിലേക്ക് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ, നമ്മൾ വരലൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 30 സെക്കൻഡൊക്കെ നമ്മളൊന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുണ്ടോ, ഒട്ടും ഓയിലി അല്ല കേട്ടോ. ഇത് ഇങ്ങനെ അങ്ങ് അബ്സോർവ് ആവുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും കട്ടിയില്ല, ഒന്നുമില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇതാട്ടോ. ഇട്ടതിനല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര സ്മൂത്താണ്. കയ്യിലിടുമ്പോൾ തന്നെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചാടാതെ ഇവിടെ നിന്നിട്ട് ബെഡിൽ കിടന്ന് ചാടുന്നു കേസ്. അപ്പം ഇത് നമുക്കില്ലേ ഒരു ഡേയിൽ ഒരു 2 തവണയൊക്കെ നിങ്ങൾ മോർണിംഗിലും അതുപോലെ തന്നെ നിങ്ങൾ നൈറ്റിലും യൂസ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഇമ്പ്രൂവ് ഉണ്ടാവും. അപ്പം ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാനിവിടെ താഴത്തെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ലവ്ലാപ്പിന്റെ പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് അവരുടെ lovelab.com പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പോലെ എനിക്ക് തോന്നി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അവിടെ ഒരു ബൂം പറഞ്ഞേ ഓക്കെ ഗൈസ്. അപ്പോൾ ഇഷ്ടമായിട്ട് എങ്ങോട്ട് പോ. അപ്പം ഞങ്ങൾ കണ്ണമ്മോന് വേണ്ടിയിട്ട് കുറേ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല അല്ലേട്ടാ. ഒന്നിനും അങ്ങനെ ഇവിടെ അടുത്തുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ, ദൂരേക്കുള്ളൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന എവിടേക്കേട്ടാ? മലയാലപ്പുഴ. ഇവിടുന്ന് എത്ര സമയമുണ്ട്? 2 മണിക്കൂർ. അപ്പം അച്ഛനില്ല, അക്കയും കുട്ടികളൊന്നും ഇല്ല, അവർക്കൊക്കെ സ്കൂളുണ്ട്. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം എന്നാൽ ഞങ്ങൾ ഓർത്തു നമുക്ക് പോവാം. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ എന്നാൽ പോവാണ്. അച്ഛന് കുറച്ച് തിരക്കുള്ളവരുടെ അച്ഛനും വന്നില്ല. അപ്പം നമുക്ക് എന്നാ പോവാം, അവിടെ പോവാം. ബായ് പറ. ബായ്. ആ ഉമ്മ എവിടാ പോകുന്ന? എവിടാ പോകുന്ന താത്ത? ശങ്കടു എവിടാ പോകുന്ന? അമ്പായി തൊഴാൻ പോവാണോ? ബായ്. ഇതാ അവന്റെ എന്താ പറയാ, ഇതിന്റെ ബർത്ത്ഡേയുടെ ഉടുപ്പ് അത് അയൺ ചെയ്ത് കേട്ടോ. അയൺ ചെയ്തിട്ട് ഇതിങ്ങനെ തന്നെ കിടക്കുന്നതിന്റെ മെറ്റീരിയലിലാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് പോവാം, ഇറങ്ങാം. എന്നാ കയറിക്കോ. അപ്പം ഞാൻ ഒത്തിരി ദൂരെ എത്തി ഞങ്ങൾ. അപ്പോൾ ഇടയ്ക്കൊന്നും വീഡിയോ എടുത്തില്ല, വെറുതെ തന്നെ റോഡെല്ലാം കാണിക്കുന്നതെന്ന് എഴുതിയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിഷ്ണുവിന് ഞാൻ യോ എന്നൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ നൈസായിട്ട് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പോയി അമ്പൂട് ഇതാ ബാക്കിൽ അമ്മയുടെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. 2-2.5 മണിക്കൂറിൻ്റെ ട്രാവൽ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ രാവിലെ ഞങ്ങൾ 6:30ക്കൊക്കെ നീറ്റെങ്കിലും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇച്ചിരി കൂടെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കണ്ണമോൻ എത്താറായപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ട് ഞാനും കുറച്ച് ടയേർഡായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ ഇത്രയും ലോങ്ങിലേക്കൊക്കെ റെഡി ആയിട്ട് ഇറങ്ങി ഞാൻ ആകെ ടയേർഡാവും അവിടെ എത്തുമ്പോഴത്തേനും. ഇന്നും അതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത്. 9:30 ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറായി. ഒരു 11:15 ആയപ്പോഴത്തേക്കും അമ്പലത്തിലെത്തി. തിരക്ക് കുറവാണെന്ന് തോന്നുന്നു, എന്നാലും അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പേടിയുണ്ടായിരുന്നു, അമ്പലം അടയ്ക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. കാര്യം 11:15 ആയില്ലേ. പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും 12:30 വരെ അമ്പലം ഉണ്ടെന്ന്, നട തുറന്നിരിക്കുമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇതിൽ ചെല്ലുവാണ്. എന്തായാലും നട അടച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. അപ്പം കാറ് പാർക്ക് ചെയ്തിട്ട് കുഞ്ചൂസും അമ്മയും ലീലാപ്പിയും കൂടെ ഫ്രണ്ടേ നടക്കുവാണ്, ഞാൻ പുറകെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുവാണ്. കാര്യം ഞാൻ ഇതിനു മുന്നേ കുറേ വർഷങ്ങളായി ഇവിടെ വന്നിട്ട്. എനിക്കത് 8-9 കണ്ട് പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ലാസ്റ്റായിട്ട് വന്നത്. കണ്ണമ്മോൻ എന്തായാലും ഉറങ്ങി, ഇനി അവനെ ഉണർത്തണം. കാരണം കുറേ വഴിപാടുകളുണ്ട്, അതെല്ലാം ചെയ്യണം. അപ്പം നമ്മൾ അമ്പലത്തിന് വെളിയിൽ നിന്നുള്ള സ്റ്റാളിൽ നിന്നാണ് മറ്റേ പട്ട് മേടിച്ചത്. പട്ട് ഒരു നല്ല വഴിപാടാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പട്ട് മേടിച്ചു. എണ്ണയും തിരിയൊക്കെ അകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും നേരെ അകത്തോട്ട് കയറാനായിട്ട് പോകണം കേട്ടോ. മലയാലപ്പുഴ അമ്പലത്തിൻ്റെ മൂലസ്ഥാനം വരുന്നത് നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നമ്പൂതിരിമാർ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ ഭജന വരുന്നായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു, ദേവിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി നാൾ ഭജന ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് മൂകാംബിക ദേവിയുടെ അരുളപ്പാടുണ്ടായി. കാര്യം വേറെ ഒന്നുമല്ല, ഇവരുടെ കയ്യിൽ നേരത്തെ പറഞ്ഞല്ലോ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഗ്രഹത്തിൽ ദേവിയുടെ സാന്നിധ്യം, അതായത് മൂകാംബിക ദേവിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്ന് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവർ കുറേ നാൾ തീർത്ഥയാത്രയും ദേശാടനമായിട്ട് വന്നപ്പോഴത്തേക്കും ഇവർ പ്രായാധിക്യം കാരണം വിശ്രമത്തിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ ദേവി സ്വപ്നത്തിൽ വന്നേച്ച് പറഞ്ഞു, ഇതാണ് ഇവിടെയാണ് എന്നെ പ്രതിഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മലയാലപ്പുഴ ദേവി അവിടെ പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നു കേട്ടോ. തൊഴുതിറങ്ങി കഴിഞ്ഞിട്ട് കണ്ണമ്മോൻ അവിടെ എല്ലാം ഓടി നടന്ന് ഒരു രക്ഷയില്ലാത്ത ഓട്ടമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും അവൻ്റെ പുറകെ ഓടി കുഴഞ്ഞു. അവൻ ഇങ്ങനെ ഓടി നടക്കും അവിടെ എല്ലാം.
നമ്മുടെ അമ്പലത്തിൻ്റെ മെയിനായിട്ടുള്ള വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനുള്ളത് ഒരു കോഴിയെ പറപ്പിക്കാനുണ്ടായിരുന്നു. അത് അവിടെ ഒരു മൂർത്തിയുണ്ട്. മൂർത്തിയിൽ നമ്മളൊരാഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അത് നേർന്നേക്കാമെന്നും പറഞ്ഞ് നേർന്നതാണ്. അപ്പോൾ അത് ഇവിടെ വന്ന് കോഴിയെ പറപ്പിക്കണമെന്നായിരുന്നു. പിന്നെ ഒരു പറയുണ്ടായിരുന്നു. പിന്നെ മഞ്ചാടിക്കുരു ഇങ്ങനെ മുഖത്തൊഴിഞ്ഞ് നമ്മുടെ ഉരുളിയിൽ സമർപ്പിക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവാഹം കഴിയാത്ത യുവക്കൾക്ക് വിവാഹം നടക്കുമെന്ന് പറയുന്നുണ്ട്. ബിസിനസ് എന്താഗ്രഹം ദേവിയോട് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ദേവിയുടെ അനുഗ്രഹത്താൽ ഞാൻ പ്രാർത്ഥിച്ച കാര്യവും നടന്നു. ഞാനല്ല, അമ്മയാണ് എനിക്ക് നേർന്നത് കേട്ടോ. അമ്മ ആഗ്രഹിച്ച കാര്യവും നടന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഗുരുദേവൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ നല്ലൊരു ഫോട്ടോ, അത്യാവശ്യം കാണുമ്പോൾ തന്നെ ഒരു നോട്ടം കിട്ടുന്നൊരു ഫോട്ടോ. അപ്പം അത് മേടിച്ചു. 600 രൂപയായിരുന്നു. 550 രൂപയ്ക്ക് തന്നു. പിന്നെ കണ്ണമ്മോന് കുറേ കളിപ്പാട്ടങ്ങൾ മേടിച്ചു. അവനവിടെ ഇന്ന് എല്ലാം വേണം. അങ്ങനെ കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. എന്നാലും പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പൊലിവല്ലേ. അപ്പോൾ എന്തായാലും കണ്ണമ്മോനൊരു ചെണ്ട മേടിച്ചു, ഒരു ഗദയുടെ ഒരു ബലൂൺ മേടിച്ചു, പിന്നെ കാവ്യയ്ക്കും പൊന്നൂനും കുറേ വളയും മാലയൊക്കെ മേടിച്ചു, പിന്നെ ബബിൾസ് മേടിച്ചു. അങ്ങനെ പക്ഷേ അവന് ചെണ്ടമേളവും ആനയും എല്ലാം അവന് ഭയങ്കര ഇഷ്ടമായി. ഉത്സവങ്ങളൊക്കെ സെലിബ്രേഷനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു ചെണ്ട കിട്ടി. ഇപ്പോൾ മറ്റേ ബബിൾസില്ലേ, അതുകൊണ്ട് അവൻ ബോൾ കളിക്കുന്നുണ്ടോ, അടിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ചെണ്ട കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് രണ്ടും വേണ്ട. പിന്നെ ഈ ബബിൾസ് ഇച്ചിരി ഡേഞ്ചർ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് തിരിച്ചു കൊടുത്തു, മേടിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരു പപ്പടം വിറ്റുകൊണ്ട് വരുന്നൊരു അച്ഛനൊക്കെ അവനെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് വരിക. അപ്പോൾ ഈ ചെണ്ട അവനാണ് ആരെങ്കിലും കൈ കൊടുക്കത്തില്ലായിരുന്നു കേട്ടോ. തന്നെ അവിടുന്ന് അമ്പലത്തിൻ്റെ അവിടുന്ന് തന്നെ നടന്ന് ചുമന്ന് കുഴഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൊണ്ട് വെച്ചു. ഇനിയിപ്പോൾ കാറേ കയറിയിട്ട് അതിലിരുന്ന് പൊട്ടുമായിരിക്കും. തന്നെയാണ് കാറേ കയറാനൊക്കെ പോകുന്നത്. കണ്ടോ അതിനൊരു വെപ്രാളമാണ് ചെണ്ട കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും. ഇപ്പോഴും ചെണ്ട കഴുത്തേലിട്ടുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ വന്നിട്ടും ചെണ്ട കഴുത്തേലിട്ടുകൊണ്ട് കൊട്ടി നടക്കും. നല്ല രസമാണ് അത് കാണാൻ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി എന്തായാലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് നേരെ വീട്. അപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് നേരെ ഇനി എന്തായാലും വീട്ടിലോട്ട് പോകണം കേട്ടോ. നന്നായിട്ട് തൊഴാൻ പറ്റി. ഞാൻ ഇത്രയും നന്നായിട്ട് തൊഴാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാര്യം ഇതിന് മുന്നേ വന്നപ്പോഴത്തേക്കും ആണെങ്കിൽ അതായത് 10-12 വർഷമെങ്കിലും ആയിട്ടുണ്ട്. 12 അല്ലെങ്കിലേ ഉള്ളൂ. അപ്പം അന്ന് നല്ല തിരക്കുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. എന്തോ ഇവിടെ ഒരു പൂജയൊക്കെ നടക്കുന്നൊരു സമയമായിരുന്നു. പക്ഷേ ഇന്ന് നന്നായിട്ട് എന്തായാലും അടുത്ത് നിന്ന് തൊഴാൻ പറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നേരെ വീട്. നമ്മൾ ഇങ്ങോട്ട് വന്നത് മാവേലിക്കര വഴിയും തിരിച്ച് അങ്ങോട്ട് തിരുവല്ല വഴിയാണ് പോകുന്നത്. തിരുവല്ല വഴി പോയതുകൊണ്ട് കോഴഞ്ചേരിയിൽ നിന്ന് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കയറി ഫുഡ് കഴിക്കാനായിട്ടിരിക്കുമായിരുന്നു. കുഞ്ചൂസ് വെജിറ്റബിൾ പുലാവും ചപ്പാത്തി എല്ലാമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ എന്തായാലും നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.